ഹലോ അസ്സാമു അലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിക്കോയി ഒരു ഉത്സവത്തിന് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് എന്ന്. അതിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ ഉറപ്പായിട്ടും വരുമെന്ന്. ഇപ്പോൾ ഇതാ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് ഒന്ന് മാത്രമാണ് ഞാനിപ്പോൾ മിനിക്കോയിലെ ഈ സക്കാഫി ദിവസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയുടെ വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. എന്താണ് സക്കാഫി ദിവസ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അന്നത്തെ ദിവസം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ആക്കാൻ പോകുന്നത്. എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബാ. ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള സംസ്കാരം കൈമുതലായുള്ള ഒരു ദ്വീപുകാരാണ് മിനിക്കോയി നിവാസികൾ. മറ്റു ദ്വീപുകളെ അപേക്ഷിച്ച് എല്ലാ കാര്യത്തിലും ഏറെ വ്യത്യസ്തത പുലർത്തുന്നവരാണ് ഇവർ. അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കാം നേരത്തെ സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് മിനിക്കോയ് ഫെസ്റ്റ് എന്ന പേരിൽ ഇവിടെ വളരെ ബൃഹത്തായ ഒരു പരിപാടി നടന്നു വന്നിരുന്നു. 2012 2013 ആണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. നാഷണൽ മിനിക്കോയ് ഫെസ്റ്റ് ആക്കി ആ ഒരു പരിപാടി ഉയർന്നു വന്നിരുന്നു. മിനിക്കോയുടെ പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ ഒരു പരിപാടി അന്ന് ടൂറിസത്തിൻ്റെ ഭൂപടത്തിൽ തന്നെ ഒരു പ്രത്യേക സ്ഥാനം നേടിയത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ആ ഒരു പരിപാടി മിനിക്കോയ് ഫെസ്റ്റ് ഇവിടെ നടക്കാറില്ല. ഇവിടെ ഇപ്പോൾ നടക്കുന്നത്, കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് മലിക്കു സഖാഫി ദിവസ് ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സഖാഫി എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ മലയാളം അർത്ഥം പൈതൃകം അഥവാ പാരമ്പര്യം എന്നാണ്. അപ്പോൾ മലിക്കു സഖാഫി ദിവസ് എന്ന് പറയുമ്പോൾ മിനിക്കോയ്ക്കാരുടെ പൈതൃകത്തിൻ്റെ ദിനം എന്നാണ് ശരിക്കുള്ള അതിൻ്റെ മലയാളം അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, വേറിട്ട ഒരു സംസ്കാരവും പാരമ്പര്യവുമുള്ള ഒരു ദ്വീപാണ് മിനിക്കോയ്. അപ്പോൾ അവരുടെ പാരമ്പര്യമായിട്ട് നിലനിന്നു പോകുന്ന ആ ഒരു കൾച്ചറൽ പരിപാടികൾ, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെയും പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അന്യം നിന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ നാട്ടിലുള്ള വില്ലേജേഴ്സ്, അവരുടെ മൂപ്പന്മാരെ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഒരുമയുടെ ഒരു ഉത്സവം എന്നിതിനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ആ നാട്ടുകാരുടെ ഒത്തൊരുമയുടെ ഒരു അനന്തരഫലമാണ് ഇത്രയും മനോഹരമായ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഇന്നലെ, അതായത് ഡിസംബർ 24 മലിക്കു സഖാഫി ദിവസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിനെത്രയോ ദിവസം മുന്നേ തന്നെ ഇവിടെ നാടൻ കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. അത് മാത്രമല്ല, കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന മനോഹരമായ ഒരുപാട് പരിപാടികൾ ഇതിനിടയിലും സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് മാത്രമല്ല, 28, 29 തീയതികളിലാണ് ഇവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെയും ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു പൈതൃക ദിനം, സഖാഫി ദിവസ്, ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി ഉളവാക്കിക്കൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഉദ്ഘാടന കർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്നാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ആക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ വേറൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഒരു ട്രഡീഷണൽ വേഷമുണ്ട്. ലിബസ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ആ ലിബസ് ധരിച്ചുകൊണ്ടാണ് ആൾക്കാരൊക്കെയും ഇന്നിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റ് ദ്വീപുകളിൽ നിന്നും വന്ന സുഹൃത്തുക്കൾ പോലും അവരുടെ ആ ഒരു പാരമ്പര്യ വേഷം ധരിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ 8 മണിക്കാണ് പരിപാടികൾ ആരംഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിന് എത്രയോ മുന്നേ 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെഗാ ബാണ്ടിയ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുട്ടികളൊക്കെ അവരുടെ വേഷങ്ങളൊക്കെ ധരിച്ചിട്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ വില്ലേജിലെ കുട്ടികളും ഒരുമിച്ചുകൊണ്ട് ഉള്ള ഒരു വലിയ ബാണ്ടിയ ഡാൻസ് ഇവരുടെ ഒരു ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നൃത്തരൂപമാണ്. അപ്പോൾ ആ ഡാൻസ് കളിക്കുന്ന കുട്ടികളൊക്കെയും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത് അവരുടെ ആ ട്രഡീഷണൽ വേഷം തന്നെയായിരുന്നു. ചെറിയ കുട്ടികളായിക്കോട്ടെ, ഇനി കൈക്കുഞ്ഞുങ്ങളായിക്കോട്ടെ, അവരൊക്കെയും ആ ഒരു വേഷം തന്നെ ധരിച്ചാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൗതുകമുണർത്തുന്ന കാര്യമാണ്. അവർ നോക്കിയാൽ നമുക്ക് കാണാം, ആ ഒരു വേഷവിധാനങ്ങൾ കാണുമ്പോൾ തന്നെ അവരുടെ ആ ഒരു യൂണിറ്റി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ദ്വീപിലും കാണാത്ത ഒരു കാഴ്ച തന്നെയാണിത്. മിനിക്കോയിൽ ഇപ്പോൾ 11 വില്ലേജുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 11 വില്ലേജിലും ജഹാദോണി ഇല്ല. അപ്പോൾ പക്ഷെ ഉള്ളവർ തന്നെ എല്ലാവരും പങ്കെടുക്കുന്നുമില്ല. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ മിനിക്കോയ്ക്കാർ അധികം ആണുങ്ങളും സീമേന്മാരാണ്.
അപ്പോൾ ഈ ഒരു ജഹാദോണി തുഴയുന്നതും പുരുഷന്മാരാണല്ലോ. അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ചില വില്ലേജുകളിലൊക്കെ ജഹാദോണി തുഴയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് പങ്കെടുക്കാൻ സാധിക്കില്ല. കാരണം തുഴച്ചിൽക്കാരില്ലെങ്കിൽ പിന്നെ അതിന് ശരിക്കും ഒരു പ്രാവീണ്യം നേടിയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ആ ആൾക്കാരില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ജഹാദോണിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവരൊന്നും വരാത്തത്. കാരണം അധികം പേരും സീമേന്മാരായതുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ആ ഒരു സമയത്ത് അവർ ഉണ്ടായിരുന്നില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 6 വില്ലേജിലെ തോണികളാണ് ഇന്നിവിടെ ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. ഇന്ന് മത്സരമല്ല, പക്ഷേ ഈ ട്രയലിനുള്ളവർ തന്നെയാണല്ലോ മത്സരത്തിലും പങ്കെടുക്കുക. അങ്ങനെ ആ ഒരു ട്രയലിന് വേണ്ടിയിട്ടുള്ള ജഹാദോണികളൊക്കെയും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ചീഫ് ഗസ്റ്റും ആൾക്കാരും ഒക്കെ വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിപാടികളൊക്കെയും കൃത്യസമയത്ത് തന്നെ നടന്നിട്ടുമുണ്ടായിരുന്നു. ഒരു പരിപാടിക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് എല്ലാ പരിപാടിയും ഇവിടെ സംഘടിപ്പിച്ചതും നടന്നതും വിജയിച്ചതും. ഇന്നിവിടെ ജഹാദോണി റൈസിന് വന്നിരിക്കുന്ന ജഹാദോണികളുടെ പേരുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ബാഡ വില്ലേജിൻ്റെ സിത്താര ഓഫ് ബാഡ, ഫുൺഹിലോൾ വില്ലേജിൻ്റെ യൂണിറ്റി ഓഫ് ഫുൺഹിലോൾ, ഗണ്ടിപ്പാട്ടിയുടെ ഫ്യൂരിയസ്, പിന്നെ ഔമുഗ വില്ലേജിൻ്റെ സ്പീഡ് മാസ്റ്റർ, ബഡോത്തിരി വില്ലേജുകാരുടെ പ്രൈഡ് ഓഫ് ബഡോത്തിരി, അതേപോലെ തന്നെ അലോഡി വില്ലേജിൻ്റെ ദുവേലി. ഇത്രയും ജഹാദോണികളാണ് ഇന്ന് ഇവിടെ മാറ്റുരയ്ക്കാനായി എത്തിയിട്ടുള്ളത്. ശരിക്കു പറഞ്ഞാൽ മത്സരം 29-ാം തീയതിയാണ്. പക്ഷേ ഇന്ന് ഇതിൻ്റെ ട്രയലാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും ആവേശകരമായ ഒരു പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ജഹാദോണി റൈസ് തന്നെയാണ്. പിന്നെ ഇന്നത്തെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഒരു സൈക്കോളജി അവാർഡ് ജേതാവ് കൂടിയായ ശ്രീ KG മുഹമ്മദ് സാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. മിനിക്കോയ് ദ്വീപിലെ അതുല്യമായ സാംസ്കാരിക പാരമ്പര്യവും പുരാവസ്തുക്കളും സംരക്ഷിക്കാൻ മുഖ്യ പങ്കുവഹിച്ച മഹാനായ വ്യക്തിത്വം. പബ്ലിസിറ്റി ഓഫീസറായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച അദ്ദേഹം അതിനുശേഷം സാമൂഹ്യ പ്രവർത്തകനായും സംരക്ഷകനായും സംഗീതജ്ഞനായും സമൂഹത്തോടുള്ള തൻ്റെ പ്രതിബദ്ധത അദ്ദേഹം തുടരുകയും ചെയ്തു. മിനിക്കോയിലെ ട്രഡീഷണൽ വേഷമായ ബഡു ഹറവളു എന്ന് പറയുന്ന വേഷം ധരിച്ചുകൊണ്ട് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇവിടുത്തെ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ ഭരണി സാർ, അതേപോലെ മിനിക്കോയ് വില്ലേജ് മൂപ്പന്മാർ, ഇവരുടെയൊക്കെ സാന്നിധ്യത്തോടുകൂടി ഇവരുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം നമ്മുടെ ഈ ഒരു കവാടത്തിലൂടെ വേദിയിലേക്ക് ആനയിക്കപ്പെട്ടത്. അതേപോലെ തന്നെ ഓരോ വില്ലേജിലെയും പൗരപ്രമുഖരായ ദാത്തമാരും അദ്ദേഹത്തെ അകമ്പടി സേവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വെൽക്കം ഡാൻസ് ആയിട്ട് അദ്ദേഹത്തെ ആനയിച്ചത് ലവ ഡാൻസ്, മിനിക്കോയുടെ ട്രഡീഷണൽ ഒരു ഡാൻസാണ് ലവ ഡാൻസ്. അപ്പോൾ ആ ഒരു ഡാൻസ് കളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മുടെ ഈ ഒരു ചടങ്ങിലേക്ക് ആദരിച്ച് കൊണ്ടുപോയത്. പിന്നെ വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ സഖാഫി ദിവസിൻ്റെ ചെയർമാൻ അദ്ദേഹം തന്നെയായിരുന്നു ഈ വർഷത്തെയും സഖാഫി ദിവസിൻ്റെ ചെയർമാൻ. കാരണം അദ്ദേഹം ഇവിടുത്തെ ഒരു പൗരപ്രമുഖൻ മാത്രമല്ല ശ്രീ സത്താർ. അദ്ദേഹത്തിൻ്റെ നേതൃപാടവം അതൊന്നുകൊണ്ട് മാത്രമാണ് ആരും ഒരു എതിരഭിപ്രായം പോലും പറയാതെ ഈ വർഷവും അദ്ദേഹത്തെ തന്നെ ഈ മനോഹരമായ മലിക്കു സഖാഫി ദിവസിൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തത്. അങ്ങനെ മഹൽ ഭാഷയിലുള്ള ഒരു പ്രാർത്ഥനാ ഗാനത്തോടുകൂടി നമ്മുടെ ബഹുമാന്യനായ ചെയർമാൻ അദ്ദേഹം പതാക ഉയർത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പരിപാടികൾക്ക് തുടക്കം അവിടെ കുറിക്കുകയുണ്ടായി. അതിനുശേഷം ഒരു മെഗാ ബാണ്ടിയ ഡാൻസ് ആയിരുന്നു. അതൊന്ന് നമുക്ക് ആസ്വദിച്ചാലോ? ബാ. ಕಮನ್ನ ದೊಂಕಮನ್ನ ತೊಂಡಕಾತು ಫರಿಕಮನ್ನ ಮಾಮಿಸ್ಕುತು ಬಲು ದೋಷ ಫೆಂಫುರಂಗ್ ಆನ ಇರ ಫೆಂಬಂಡಿಯ ಬೋಲೆ ಜಿಹಿಯನ್ನ ಗಾ ಇರ ಹೇನೆ ತುಂಗ್ ಹದ ಕಲಿ ಉಕ್ಕಮುಂಗ್ ಹೆಂಗ ಇರ ಕಾಕು ಕಾಯಿ ಬಲನಿ ಹೆಂಗು ಮಾಹಿತೆ ತೆಲೆಂಗ್ ಕಮನ ಬುನೆ ಲಾಶಿ ಇಂತಂಗ್ ಹಿಂಗಿ ಕೊಬನಿ ಕಾಕು ಕಾಯಿ ಬಲನಿ ಹೆಂಗು ಮಾಹಿತೆ ತೆಲೆಂಗ್ ಕಮನ ಬುನೆ ಲಾಶಿ ಇಂತಂಗ್ ಹಿಂಗಿ ಕೊಬನಿ
ನಾನು ಕೊಡಿ ಪೊರುವ ಪಟ್ಟುದೇಣೆ ಪಶು ರೀತಿ ಮುಂಡಾನು ಸಾಡಿ ತಾಂದೇಣೆ ಗುಮಾಳ ಕಟ್ಟ ಅದಿಲೋ ಲಗ್ಗಲ ತುಂದೇಣೆ ಪಟ್ಟರ ಅಲಿಕತ ಐಪುರ ಉಳಾದೇಣೆ దని కన్నియ లాస్ బాంగ్ ఎతిగందేణೆ ಕುರುವೆಯ್ಯ ಮರವೆಯ್ಯ ಒಡುವಲಿ ಹುನಿಗೊಂಡಿದ್ದೇನೆ ಲೋ ತಟ್ಟ ಸುಫುದಾಯ ದುಫಾಮಲ ಪೈದೇನೆ ದಶಿ ತಟ್ಟ ಐದೊನ್ನ ಲೋ ಗಂಡ ತುವಾಲ್ದೇನೆ ಅಳೋಪಿಯ ಕುದಿಹಂಡು ಗರಮು ಮಸಾಲಾ ದೇಣೆ ದೇವ್ಗಿತೆವು ಕಹರಿ ಹಕುರು ಕುಕುಲು ಬಿಹಾಕೆವು ದೇಣೆ ತೊಂಡ ಕಾತು ಪರಿಕಮನ ಎಂಬುರಿ ಬಲೆ ಲಾಶೆ ದತುರುಂ ಓಡಿಗ ಬೊಡುಗೆರಿ ಎಗ್ಗೆನೆಸ್ತೇನೆ നമുക്ക് വീണ്ടും നമ്മുടെ ചീഫ് ഗസ്റ്റിലേക്ക് ഒന്ന് തിരിച്ചു വരാം. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 2024 ഒക്ടോബർ 14 കാലിഫോർണിയയിലെ ബെർക്കിലിയിലെ ഡേവിഡ് ബ്രൗവർ സെൻട്രലിൽ വെച്ച് അദ്ദേഹത്തിന് ഈ സൈക്കോളജി അവാർഡ് ലഭിച്ചത്. സൈക്കോളജിയുടെ പ്രാഥമിക മൂല്യങ്ങൾ അവതരിപ്പിക്കുന്ന വിധത്തിൽ മിനിക്കോയുടെ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള കൊളുഗേഗയുടെ വാദങ്ങളും ദ്വീപിൻ്റെ തനതായ പൈതൃക സംരക്ഷണ പ്രതിബദ്ധതയും പ്രശംസനീയമാണെന്ന് സൈക്കോളജി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡുവാൻ സിൽവർസ്റ്റീൻ അഭിപ്രായപ്പെട്ടു. ഇക്കൊല്ലത്തെ സൈക്കോളജി അവാർഡ് അദ്ദേഹത്തിൻ്റെ അശ്രാന്തമായ പ്രവർത്തനങ്ങൾക്ക് നൽകിയ അന്താരാഷ്ട്ര അംഗീകാരമാണ്. പിന്നെ അവിടെ കുറേ പഴയ കാലത്തെ പാത്രങ്ങളും അതേപോലെ കുറേ ഉപകരണങ്ങളും അങ്ങനെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും അവിടെ നിരന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത കുറേ സാധനങ്ങൾ. ഇന്നിപ്പോൾ നമ്മളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ബിസി ലൈഫാണ് നമ്മുടേത്. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് കാണുക എന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതകരമായൊരു കാഴ്ചയാണ്. പിന്നെ ആ ഒരു ഭക്ഷണം വിളമ്പിയിരിക്കുന്ന രീതിയും ആ വിളമ്പിയിരിക്കുന്ന പാത്രങ്ങൾക്കുമൊക്കെ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു പാത്രത്തിൻ്റെ പേര് തന്നെ ഫറയോളു മലാഫൈ എന്നാണ്. അപ്പോൾ ഈ ഒരു വലിയ പാത്രത്തിൻ്റെ അകത്ത് ഒരു വലിയ ഒരു പ്ലേറ്റ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു പ്ലേറ്റിൻ്റെ പേര് ഫളിയൊരു തറി എന്നാണ്. അപ്പോൾ ഇപ്പോഴൊന്നും ഇതിലല്ല ഫുഡൊന്നും സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ബിസി ആയല്ലോ എല്ലാ കാര്യത്തിലും. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇവർ അതിഥി സൽക്കാരത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഏതെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെയും ആ ഒരു പാത്രങ്ങളിലായിരുന്നു ഇവിടെ ഭക്ഷണമൊക്കെയും വിളമ്പിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നൊന്നും നമുക്കിത് കാണാൻ പോലും കിട്ടൂലല്ലോ ഇങ്ങനത്തെ ഒരു കാഴ്ച. അപ്പോൾ രുചിയുടെ കാര്യത്തിലായാലും ആ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്ന കാര്യത്തിലായാലും
അവരുടെ സംസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും വേറിട്ട ഒരു പൈതൃകം തന്നെയാണ് അവർ കാത്തു സൂക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു അതിഥി സൽക്കാരം നമ്മൾ കണ്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പാത്രത്തിൽ ഇങ്ങനെ വലിയൊരു പ്ലേറ്റൊക്കെ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ആ ഒരു കലാപരമായ രീതിയിൽ തന്നെയാണ് ഫുഡും ഒക്കെയും അവരവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലത്തും അതിഥി സൽക്കാരത്തിന് ഭയങ്കരമായിട്ടും പേര് കേട്ടവരാണ് മിനിക്കോയ്ക്കാർ. എപ്പോഴും നമ്മളിതുവരെ ജീവിതത്തിൽ കാണാത്ത തരത്തിലുള്ള പലഹാരങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഉത്ഭവിക്കുന്നു. എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ റെസിപ്പി എന്ന് പോലും നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിച്ചു പോകും അതിൻ്റെ രുചി കേട്ടാൽ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡുകളൊക്കെ ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെയൊക്കെ റെസിപ്പി ചോദിച്ചിട്ടൊന്ന് ഇടണമെന്നൊക്കെ ഉണ്ട്. സമയ സൗകര്യങ്ങൾ, പിന്നെ എല്ലാ കൈകൊണ്ട് ഉണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്നും അറിയില്ല. അതൊക്കെ കൊണ്ടാണ് പിന്നെ അത്രയും ഡീപ്പായിട്ട് അതിലേക്ക് ഞാൻ മുതിരാതിരിക്കുന്നത്. പിന്നെ എന്തൊരു വിശേഷ പരിപാടികൾ നടന്നാലും സ്റ്റാളുകളില്ലാതെ എന്ത് പരിപാടി അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാളിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു സ്റ്റാളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചൂര കൊണ്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ട്യൂണ പ്രൊഡക്ട്സുകൾ മാത്രം ലഭിക്കുന്ന ഒരു ഷോപ്പാണ് മിൻമാസ്. ശരിക്കും പറഞ്ഞാൽ അതൊരു കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കാറുണ്ട്. ചൂര കൊണ്ടുള്ള റിഹാക്കുറു, ചൂര കൊണ്ടുള്ള അച്ചാറുകൾ, പിന്നെ ഡ്രൈ ട്യൂണ, അതുപോലെ തന്നെ ഈ ട്യൂണയുടെ തന്നെ പൗഡർ എന്ന് വേണ്ട ടിന്നിൽ കിട്ടുന്ന ട്യൂണകൾ, ഇതൊക്കെയും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവരുടെ അവരുടെ ആ ഒരു ഷോപ്പിൽ സന്ദർശിച്ചാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഞാൻ എന്തായാലും ഇവരുടെ ഷോപ്പിൽ ചെന്നിട്ടൊന്ന് ഒരു വീഡിയോ ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കുറേ പ്രൊഡക്റ്റുകളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാളായിരുന്നു. ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാ സ്റ്റാളിലേക്കും ഒക്കെ ഭയങ്കര തിരക്കാണ്. നമുക്കങ്ങനെ ഇങ്ങനെ കയറിയൊന്നും ചെന്ന് പോയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കിട്ടിയ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാരണം ഈ നാട്ടിലുള്ള മുഴുവൻ ജനവും ഇന്ന് ഈ ഒരു പ്രദേശത്ത് തടിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നമ്മൾ ഫോണും കൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങുന്നത് തന്നെ നല്ല പാടാണ്. അപ്പോൾ അതിനിടയിൽ കൂടിയൊക്കെ ഒന്ന് കയറുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ട്യൂണ പൗഡറൊക്കെ വെച്ചിട്ടുള്ള കുറേ സ്നാക്സും അവിടെ ലഭ്യമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ആൾക്കാർ കാണാത്തത്, ആൾക്കാരൊക്കെയും ഇപ്പോൾ ജഹാദോണിയുടെ ആ ഒരു ട്രയൽ റേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ തന്നെ ഗണ്ടി പാർട്ടിയുടെ ആ ഒരു പടിഞ്ഞാറ് വശത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് എല്ലാവരും പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ആ ഒരു ഭാഗത്ത് പോയിട്ട് എങ്ങനെയാണ് ആ ഒരു ജഹാദോണി റൈസിൻ്റെ ഒറിജിനൽ മത്സരമല്ല എന്നിട്ടും ആൾക്കാർ എത്ര ആവേശത്തോടെയാണ് അത് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ച നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഉടൻ തന്നെ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മുടെ റജക്കുട്ടൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ആളൊരു മുഖം മൂടി വിൽക്കുന്ന കടയിൽ നിന്നൊരു മുഖം മൂടിയൊക്കെ എടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ്. ഇവിടുത്തെ വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണിത്. ആ ദിവസത്തെ വൈകുന്നേര കാഴ്ച. മലിക്കു സഖാഫി ദിവസിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം 24-ാം തീയതി ആയിരുന്നുവെങ്കിലും അതിനൊരുപാട് ദിവസം മുന്നേ തന്നെ അതിനുശേഷവും ഒക്കെ ഇവിടെ ഒരുപാട് നാടൻ കളികൾ വില്ലേജുകൾ തമ്മിൽ മത്സരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വേണ്ടിയിട്ടാണ് ആൾക്കാരൊക്കെ ഈ കളി കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നാടൻ കളികളുടെ പേരുകൾ തന്നെ നമുക്കൊരു പ്രത്യേകത തോന്നും. പക്ഷേ അവർക്ക് അവരുടെ ഭാഷയിൽ തന്നെ പറയുന്നതുകൊണ്ട് അവർക്കത് പ്രത്യേകത തോന്നൂല. അപ്പോൾ എന്തായാലും ഞാൻ ആ കളികളുടെ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല, എന്നാലും എനിക്കറിയാവുന്ന പോലെ ഞാനിത് പറഞ്ഞു തരാം. ഇവിടുത്തെ കുറേ നാടൻ കളികൾ: ഫൊളിക്കുലുൻ, തറിബരി, ഫേബൻഡി, കുടുവിയുൻ, മസരിക്കകെ, ഫെന്നുഫുലുൻ, ഫുനാവുക്കുലുൻ, കൊക്കോഫുറുലുൻ, തേവരു, ഫൻവിയുൻ. എന്തായാലും മനസ്സിലായോ? എനിക്കും സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇവിടുത്തെ നാടൻ കളികൾ. അപ്പോൾ ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ പറഞ്ഞില്ലേ, ജഹാദോണി റൈസ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു റൈസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആൾക്കാരുടെ ആവേശവും നമുക്കിതിൽ കാണാം. അപ്പോൾ നമ്മുടെ 6 ജഹാദോണികളും ഒപ്പത്തിനൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണിന്ന് വിജയം കൊയ്യുക എന്നറിയില്ല. എന്തായാലും അവസാനം വരെ നോക്കുക. അപ്പോൾ നമുക്ക് ആരാണ് വിജയിച്ചെത്തിയിരിക്കുന്നതെന്ന് കാണാം.
നിങ്ങൾ ഫസ്റ്റ് ഷക്കിലാത്തുള്ള ആമുഖ വില്ലേജിൻ്റെ സ്പീഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു കാണുന്ന ജഹാദോണിയാണ് ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത്. സെക്കൻഡ് പൊസിഷനിൽ യൂണിറ്റി ഓഫ് ഉൺഹിലോലും തേർഡ് പൊസിഷനിൽ സിത്താർ ഓഫ് ബാഡ എന്ന് പറഞ്ഞ ബാഡ വില്ലേജിൻ്റെ ആ ഒരു ജഹാദോണിയുമാണ് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ട്രയലാണ്, ഒറിജിനൽ മത്സരം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം നമ്മളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഞാനപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ആലോചിച്ചത് എന്താണെന്നറിയോ, ഈ ഒരു ട്രയൽ മത്സരത്തിന് ഇത്രയും ആവേശം ആണ് കാണിച്ചത് എങ്കിൽ ഒറിജിനൽ ആ ഒരു ദിവസം, ആ ജഹാദോണിയുടെ ഒറിജിനൽ മത്സരത്തിൻ്റെ ആ ഒരു ദിനം എന്തായിരിക്കുമല്ലേ അവിടെ നമുക്ക് എന്തായാലും കാത്തിരുന്നത് കാണാം. പിന്നെ ഇന്ന് വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പായസം അവിടെ ഉണ്ടായിരുന്നു. നിൽക്കുന്നവരോടും ഇരിക്കുന്നവരോടും അവിടെ നടന്നു പോകുന്നവരെയൊക്കെ അവർ വിളിച്ചിട്ട് കുടിച്ചോ, നിങ്ങൾ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളവരെ വിളിച്ച് തന്നെ എല്ലാ വില്ലേജുകാരും നമുക്ക് പായസമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സും നമ്മുടെ വയറും ഒക്കെ നിറഞ്ഞ ഒരു ദിനമായിരുന്നു. ഇവിടെ ഫാമിലി എടുത്തത് പക്ഷേ ഷോർട്സിൽ എടുക്കുന്ന ഷോർട്ട് ഈ ഒരു മൊമെന്റ് നമുക്ക് അങ്ങനെ എൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിനമായിരുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. തുടർന്നും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും സുഖവും സന്തോഷവുമായ ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ടും അസ്സലാമു അലൈക്കും.